ശരിക്കും ആളുകൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണോ? അങ്ങനെ അല്ല എന്നുള്ളതാണ്. മറിച്ച് ആളുകൾ വാങ്ങുന്നത് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഇമോഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. നമ്മൾ വാങ്ങുന്ന നല്ല ഹയസ്റ്റ് പ്രൈസ് ഉള്ള മൊബൈൽ ഫോൺസ്, അല്ലെങ്കിൽ ലക്ഷറി കാർസ്, അതല്ലെങ്കിൽ ബ്രാൻഡഡ് ഷൂസ്, ക്ലോത്തിങ്സ്, ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങുന്നത് ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് ഉപരിയായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫീലിങ്സ് ആണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫീലിംഗ് വരും. നമ്മൾ ഒരിക്കലും ഒരു പുവർ ആയിട്ടുള്ള പേഴ്സൺ അല്ല, ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു റിച്ചസ്റ്റ് പേഴ്സൺ ആണെന്നുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഫീലിങ്സ് വരും. അതല്ലെങ്കിൽ അത് നമ്മൾ കയ്യിലുണ്ടാക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഐഡന്റിറ്റി ഇല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത്. സോ ഇത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റിംഗിൽ ഒരു ബിഗ് കോൺസെപ്റ്റ് പറയുന്നത്, പീപ്പിൾ ഡോണ്ട് ബൈ പ്രൊഡക്റ്റ് ബൈ സ്റ്റാറ്റസ് എന്നുള്ളത്. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ബിസിനസ്സിൽ അപ്ലൈ ചെയ്താൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് തന്നെ ബിസിനസ്സിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ഫ്രണ്ട്സിന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ.